IPC 3A കോർ ഒബ്ജക്റ്റീവ് എലമെൻ്റ് ആയിരുന്നു. IPC 3B കോർ ഒബ്ജക്റ്റീവ് എലമെൻ്റ് ആയിരുന്നു. നമ്മൾ IPC 3C കാണുമ്പോൾ മൂന്നാമത്തെ സ്റ്റാൻഡേർഡ് മൂന്നാമത്തെ ഒബ്ജക്റ്റീവ് എലമെൻ്റ് ഒരു കമ്മിറ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ് എലമെൻ്റ് ആണ്. ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു ടാക്സി മീറ്ററുള്ള ടാക്സി ഹോസ്പിറ്റൽ ബെഡ് പാർക്ക് ചെയ്തിരിക്കുന്ന ടാക്സി പോലെയാണ് ആൾവേസ് ദ മീറ്റർ റണ്ണിങ്. അത് സങ്കല്പിച്ച് നോക്കേ, പാർക്ക് ചെയ്തിരിക്കുന്ന ടാക്സിയിൽ മീറ്റർ ആൾവേസ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഫുൾ ടൈം ബില്ല് കയറിയിട്ടേ ഇരിക്കുക. പേഷ്യൻ്റ് പലപ്പോഴും ഇതറിയുന്നില്ല. അതിൻ്റെ കാരണം നമ്മൾ ഈ ഹാൻഡ് ഹൈജീൻ തുടങ്ങി പല പ്രിക്കോഷണറി മെക്കാനിസംസും കൃത്യമായി ഉപയോഗിക്കുന്നുണ്ട്. അതിലൊരു കാര്യമാണ് ഇത് ഓർഗനൈസേഷൻ അഡ്ഹേഴ്സ് ടു ട്രാൻസ്മിഷൻ ബേസ്ഡ് പ്രിക്കോഷൻസ്. നമ്മുടെ പേഷ്യൻസ് സെൻറ്റർ ഫോർ ഡിസീസ് കൺട്രോൾ ഗൈഡ് ലൈൻസ് ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായി ഡിസീസ് ഇൻഫെക്ഷൻസ് പാസ് ഓൺ ചെയ്യപ്പെടാതിരിക്കാനുള്ള പ്രിക്കോഷൻസ് എടുക്കുന്നതിനും ചിലവുണ്ട്. നമ്മൾ പേഷ്യൻ്റ് ആണല്ലോ ഇതെല്ലാം ബില്ല് ചെയ്യുന്നത്. പിന്നെ എന്തിനാണ് നമുക്ക് ഇത്ര കഷ്ടം കൃത്യമായി മാസ്ക് ഉപയോഗിക്കുന്നതിന്, ഗ്ലൗസ് ഉപയോഗിക്കുന്നതിന്, PPE കിറ്റ് ഉപയോഗിക്കുന്നതിന്, അത് ആവശ്യം കഴിഞ്ഞാൽ റിമൂവ് ചെയ്തിട്ട് അടുത്ത ആവശ്യത്തിന് അടുത്തത് ഉപയോഗിക്കുന്നതിന്. അവരുടെ മീറ്റർ ഓടുന്നുണ്ട്, നമ്മൾ പേടിക്കേണ്ടെന്നേ. നമ്മുടെ ഹോസ്പിറ്റലിൽ നമുക്ക് ഓരോ ഏരിയയിൽ ഇപ്പോൾ കോവിഡ് പേഷ്യൻസ് കിടക്കുമ്പോൾ അല്ലെങ്കിൽ അത്തരത്തിൽ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഉള്ള പേഷ്യൻസിനെ ഐസൊലേറ്റ് ചെയ്യുമ്പോൾ അത് നെഗറ്റീവ് പ്രഷറൈസ്ഡ് റൂമിലാണ് കിടത്തേണ്ടത് എന്ന് നമുക്കറിയാം. അതുപോലെ നമ്മുടെ പേഴ്സണൽ പ്രൊട്ടക്ഷൻ എക്യുപ്മെൻറ്റ്സ് കൃത്യമായും വേരിയസ് സിറ്റുവേഷൻസിൽ ഉപയോഗിക്കണം. അതിൻ്റെ ഉപയോഗം കൃത്യമായും മനസ്സിലാക്കി അത് അപ്ലൈ ചെയ്യേണ്ട സ്ഥലങ്ങളിൽ നമ്മളുടെ ഹോസ്പിറ്റലിൻ്റെ എക്രോസ് ഏരിയയിൽ എവിടെയൊക്കെ അത് അപ്ലൈ ചെയ്യണോ അത് അപ്ലൈ ചെയ്യണം. അതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. IPC 3Cയിൽ ദ ഓർഗനൈസേഷൻ അഡ്ഹേഴ്സ് ടു ട്രാൻസ്മിഷൻ ബേസ്ഡ് പ്രിക്കോഷൻസ്. സോ നമ്മുടെ ഇൻഫെക്ഷൻ കൺട്രോൾ ആൻഡ് പ്രിവെൻഷനകത്ത് വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ് പേഴ്സണൽ ആയിട്ടുള്ള പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്സ് കൃത്യമായി ഉപയോഗിക്കുക.